എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 2022 ജനുവരി മാസം, ഇപ്പോൾ 3 മാസം ആകുന്നു. ജനുവരി മാസം 14-ാം തീയതി അതിദാരുണമായ നിലയിൽ ലോറിയുടെ അടിയിൽപ്പെട്ട ബൈക്കിൽ സഞ്ചരിക്കവേ ലോറി ഇടിച്ച് ലോറിയുടെ അടിയിൽ പെട്ട് നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയ കർത്തദാസൻ്റെ കുടുംബം താമസിക്കുന്ന ഭവനത്തിലാണ്. ഇതൊരു തകര ഷെഡാണ്, ഒറ്റ മുറിയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. അതിഭയങ്കരമായ ചൂടാണ്. ഈ കുഞ്ഞുങ്ങളുടെ ശരീരമൊക്കെ, ദിവ്യവാസിയുടെ ശരീരമൊക്കെ ഞാൻ ഇവിടുത്തെ ചൂട് കൊണ്ട് പൊള്ളുകയാണ്. കാരണം എനിക്ക് ഈ ഫാനൊക്കെ കൈകൊണ്ട് തൊടാം, ഇത് എനിക്ക് ഈ ഷീറ്റ് കൈകൊണ്ട് തൊടാം. ഈ ഒറ്റ മുറിയിലാണ്, ഈ ഒറ്റ റൂമിലാണ് 5 പേരും കിടക്കുന്നത്. ഇത് അടുക്കളയാണ്. എവിടെയാണ് പൊള്ളിയതൊക്കെ കണ്ടോ. ഇതിലെ താമസിക്കുമ്പോൾ ഈ തകരത്തിൻ്റെ ചൂട് കൊണ്ടാണ് പൊള്ളുന്നത്. പൊള്ളി അവിടെ ഇളകിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പുറത്തൊക്കെ ദേഹം മൊത്തം ഉണ്ട്, കുഞ്ഞുങ്ങളുടെ പുറത്തൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ഷെഡിനകത്ത് പ്രിയമുള്ളവർ താമസിക്കുകയാണ്. കണ്ടോ, കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പുറഭാഗമൊക്കെ ഇതിനകത്ത് ചൂട് കൊണ്ട് പൊള്ളിയിരിക്കുന്നത് കണ്ടോ. കണ്ടോ, ഇതൊക്കെ ഈ ചൂട് കൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രിയ പാസ്റ്ററുടെ കുഞ്ഞുങ്ങളാണ്, 3 കുഞ്ഞുങ്ങളാണുള്ളത്. ദേവിദാസി സംസാരിച്ചാട്ടെ. ഞാൻ ജാസ്മിൻ ഫെലിക്സ്. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞാട്ടാ. ഞാൻ ജാസ്മിൻ ഫെലിക്സ്. കഴിഞ്ഞ ജനുവരി 14-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ടവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. വർഷം IPCയിൽ കർത്താവിൻ്റെ വേല ചെയ്തല്ലേ? 21 വർഷം കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരുന്നു. IPCയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ നിന്നത്. തിരുവമ്പാടി സെൻറ്ററിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. 2004-ൽ ഞങ്ങൾ 4.5 വർഷത്തോളം തിരുവമ്പാടി സെൻറ്ററിലുണ്ടായിരുന്നു. അവിടെയും പല സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നിന്നു. ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളിലൂടെ മലബാറിൽ ഞങ്ങൾ 5 വർഷത്തോളം മലബാറിൽ ഒത്തിരി കഷ്ടപ്പെടുകയും കർത്താവിൻ്റെ വേലയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം നാട്ടിൽ കടന്നു വന്നു. ഇപ്പോൾ ഏകദേശം 21 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിലായി. എങ്ങനെയാണ് പാസ്റ്റർ നിത്യതയിൽ ചേർക്കപ്പെട്ടത്? ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു ഡോറസ് ലോറിയുടെ അടിയിൽപ്പെട്ട് അതിൻ്റെ പാറ കയറ്റി വന്ന ഡോറസ് ലോറിയായിരുന്നു. അതിനടിക്ക് പെട്ട് ആളപ്പം തന്നെ തൽക്ഷണം ബോഡി പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിക്കായിരുന്നു അന്ത്യം. പെട്ടി തുറക്കാനൊന്നും കഴിഞ്ഞില്ല. അതിന്റെ മേളിലൊരു ഫോട്ടോ ഒട്ടിച്ചാണ് കൊണ്ടുവന്നത്. മുഖം പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കൊണ്ടുവന്നത്. നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതൊക്കെ? ഇപ്പോൾ ജീവിക്കാനെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു വരുമാനമൊന്നുമില്ല. പിന്നെ അച്ചായനുള്ളപ്പോൾ ഒരു ചെറിയൊരു കട ഇങ്ങനെ തുടങ്ങി. താമസിക്കുന്ന അവിടെ തന്നെ ഒരു കുഞ്ഞു റൂമിനകത്ത് ഒരു പലവ്യഞ്ജന കട തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഓടിപ്പോകുന്നത്. വേറെ പ്രത്യേകിച്ച് വരവൊന്നുമില്ല. വലിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ചെറിയ സാധനങ്ങളൊക്കെ വിറ്റാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാനുള്ള നിവൃത്തിയില്ല. എങ്കിലും റേഷൻ അരി കിട്ടുന്ന ആവശ്യം റേഷൻ അരിയുണ്ട്. പിന്നെ ചില്ലറ ചെലവിന് ഒത്തിരി പോലെ അതിൻ്റെതായ എടുത്ത് ഒക്കെയാണ് കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് തന്നെ എടുത്ത് ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കുന്നത്. വരവ് ലാഭമോ അങ്ങനെയൊന്നും നോക്കിയാലൊന്നുമില്ല. ലാഭം എന്ന് പറയാനുള്ള ഒരു കച്ചവടം ഒന്നും അല്ല. എങ്കിലും ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ വരുമാനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് BSc നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 2-ാം വർഷമാണ്. കൊച്ചുങ്ങളെ സ്കൂളിൽ അതിനെ പഠിക്കണം. പിന്നെ മോള് +1 പഠിക്കുന്നു. കൊച്ചുമോന് 9-ലാണ്. അങ്ങനെ 3 കുട്ടികൾ എനിക്കുണ്ട്. ഇപ്പോൾ ഞാനും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഭവനത്തിലാണ് താമസിക്കുന്നത്. ഇതൊരു ഒറ്റമുറി വീടാണ്. ചൂട് ഇങ്ങനെ ഷീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചൂട് കൊണ്ട് ഒട്ടും തങ്ങാൻ പറ്റത്തില്ല. പകൽ ഉച്ച നേരമൊക്കെ ആകുമ്പോഴത്തേനും വല്ലാത്ത പ്രയാസമൊക്കെ. അച്ചായനുള്ളപ്പോഴേ ഉള്ളതാ. ഇതിനകത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു 2.5 വർഷത്തോളമായി ഈ ഷെഡിനകത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂട് അസഹനീയമാണ്. ഉച്ചനേരം ഒന്നും ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല.
അപ്പോൾ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിത ഭവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് 7 സെൻറ്റ് ഭൂമി ഞങ്ങൾക്കുണ്ട്. അത് ഒരു വ്യക്തി മേടിച്ച് തന്നതാണ്. ഇനി ഞങ്ങൾക്കൊരു അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിതമായ ഒരു ഭവനം ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, 21 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ആ ഒരു ദൈവദാസൻ, നിത്യതയിൽ ചേർക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ 3 കുഞ്ഞുങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും, അതുപോലെ തന്നെ അമ്മയും താമസിക്കുന്ന ഈ ഒറ്റ മുറിയിൽ ഞാൻ ഇപ്പോൾ 11:30 സമയമാണ്, 11:45 ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അതിഭയങ്കരമായ ചൂടാണ്. വേർത്ത് ഞാനും വളരെ ഒലിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെങ്ങനെ ഇതിനകത്ത് കഴിയുന്നു എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ കണ്ടതാണല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാകുവാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഈ കുടുംബത്തെ സഹായിക്കണം. ദൈവദാസന്മാരൊക്കെ കർത്താവിൻ്റെ വേല ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് അവരുടെ ശുശ്രൂഷ കാലം കഴിയുമ്പോൾ, അവർ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളും ആമീൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബവും ഒക്കെയാണ് അനാഥരായിത്തീരുന്നത്. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏത് ബാങ്കിലാണ്? SBI കടക്കാവൂർ. ഓക്കെ. പിന്നെ ആരുടെ പേരില്ല? എൻ്റെ പേര് തന്നെ, ജാസ്മിൻ. ജാസ്മിൻ എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ. ജാസ്മിൻ അലക്സാണ്ടർ. ഓക്കെ. SBI ആണ്. ഓക്കെ. ദൈവം അനുഗ്രഹിക്കേണ്ട പ്രിയമുള്ളവരെ. ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം. ഈ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതിന് 97 459 200 എന്നീ നമ്പറിലോ 93 888 99 8 93 എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കണമേ. വിളിച്ച് ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുവാൻ ഞാൻ കർത്താവിൽ അഭ്യർത്ഥിക്കുന്നു. തിരിച്ച് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ അതൊരു മുഖാന്തരമാകും. അതുകൊണ്ട് ദയവായി അപ്രകാരം ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഒടുവിലായിട്ട് പറയാനുണ്ടോ? ഒടുവിലായിട്ട് ഒരു ഭവനം അത്യാവശ്യമാണ് ദേവദാസനെ. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള അവസ്ഥയല്ല. അത് അത്യാവശ്യമായിട്ട് അതെങ്ങനെയെങ്കിലും അത് സാധിച്ചു കൊടുക്കണം. പിന്നെ ചിലവ് ചെയ്ത് ഈ ഇതുകൊണ്ട് ഇവിടെ ചിലവുകളൊന്നും കഴിയുന്നില്ല. തുച്ഛമായ വരുമാനം കൊണ്ടവർക്ക് ചിലവ് കഴിയാൻ പറ്റില്ല. ഇപ്പോൾ അതാണ്ട് അസുഖവും കാര്യങ്ങളും എല്ലാം അതും വന്നിരിക്കുന്നു. പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 46 വയസ്സ്. എന്തെങ്കിലും ഒടുവിലായിട്ട് പറയാനുണ്ടോ? ഒരു ഭവനം ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിതമായ ഒരു ഭവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യം അതൊക്കെ നടക്കണം. ദൈവം വിശ്വസ്തനാണ്. ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിലും ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വേല ചെയ്ത് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയ കർത്തദാസന്മാരുടെ കുടുംബങ്ങളെ ദൈവം ഒരിക്കലും അനാഥരാക്കി വിടുകയില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരും. കുഞ്ഞുങ്ങൾ നന്നായ നിലയിൽ പഠിക്കും. അവർ ആ ഉയർച്ചയിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകും. അത് നമുക്ക് ഞങ്ങളും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രിയ കർത്തദാസനോടുകൂടെ തിരുവമ്പാട് സെൻറ്ററിൽ ആയിരുന്നത് ഞങ്ങൾക്കും അന്നത്തെ കാലത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ആമേൻ. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ബന്ധം ഈ കുടുംബവുമായിട്ട് അന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ.